എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുന്നു. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ തീരുമാനം ഇരുട്ടിനെ കൂരിരുട്ടാക്കുന്നതാണെന്ന് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. സമൂഹത്തെ മദ്യമൊഴുക്കി നശിപ്പിക്കരുതെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. മദ്യമയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി മനുഷ്യർ തമ്മിൽ കൊന്നൊടുക്കുന്നതായ ഒരു കാലഘട്ടം. അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട്, അതിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ബ്രൂവറി പോലെയുള്ളതായ മദ്യ ഒഴുക്കുകൾ ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാകുന്നത് ഇരുട്ടിനെ കൂരിരുട്ടാക്കുവാനുള്ളതായ ശ്രമമാണ്. അതൊരിക്കലും ആശാസ്യമായുള്ള ഒരു നടപടിയല്ല. അതിനെതിരെ ജനം പ്രതികരിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ല. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ രീതിയിൽ പല കോണുകളിൽ നിന്ന് പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യനിർമ്മാണശാല അതിനെതിരെയായിട്ട്. പക്ഷെ ഇപ്പോൾ സഭാധ്യക്ഷൻ തന്നെ പറയുകയാണ് ഈ ഒരു തീരുമാനം ഇരുട്ടിനെ കൂരിരുട്ടാക്കുന്ന തീരുമാനമാണ്. തീർച്ചയായും സ്മിത, പത്തനംതിട്ട മാക്കാങ്കുന്ന് കൺവെൻഷനിൽ വെച്ചാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ബ്രൂവറി വിഷയത്തിലടക്കം രൂക്ഷമായ വിമർശനമാണ്. നേരത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ശേഷമാണ് ഇത്തരത്തിൽ ബ്രൂവറി വിഷയത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ലഹരി വ്യാപനം വ്യാപകമാണ്, മദ്യമൊഴുക്കാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് തടയാനുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ആ സമയത്താണ് പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം. ഇത് ഒട്ടും ആശാസ്യകരമല്ല, ഇത് അനുവദനീയമല്ല. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല എന്നാണ് ഈ പറയുന്നത് പോലെ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. കഴിഞ്ഞ ദിവസം മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമയും സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. സമാനമായ പോരാട്ടത്തിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. എന്തായാലും ഇതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പൊ അങ്ങനെ ഓർത്തഡോക്സ് സഭയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ഈ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ മദ്യവും ലഹരിയിൽ നിന്നും അകന്നു നിൽക്കാൻ പറയേണ്ട സർക്കാർ ഇപ്പോൾ കൂടുതൽ ഇതിന് പ്രോത്സാഹനം ചെയ്യുകയാണ് ചെയ്യുന്നത്. നാട്ടുകാർ പ്രതിഷേധിക്കും, അതിൽ തെറ്റു പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.